ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 5-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ കുരിശും എടുത്തുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുവാൻ, നമ്മുടെ സഹനങ്ങളൊക്കെ മാറ്റിവെക്കാതെ ആ സഹനങ്ങളൊക്കെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത്, കർത്താവിൻ്റെ പരിശുദ്ധ ബലിയോട് ചേർത്ത് ദൈവ തിരുമുൻപാകെ സമർപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് സഹനങ്ങൾ വന്നാലും അത് അനുഗ്രഹമായി മാറുമെന്ന് തമ്പുരാൻ തന്നെ നമ്മോട് വചനത്തിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഒന്നു ചേരുന്നതിന് വേണ്ടി കഷ്ടതയുടെ തീച്ചൂളയിലൂടെ നാം കടന്നുപോയാലും അതിൻ്റെ അവസാനം ഒരു നിത്യസമ്മാനമുണ്ടെന്ന് ഓർക്കുക. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, വേദനകൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി, വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹനങ്ങളെയെല്ലാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ വന്നാലും ഞെരുക്കങ്ങൾ വന്നാലും അവയെല്ലാം മാറ്റിവെക്കാതെ, അവയെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈശോയോട് ചേർന്നിരിക്കുക. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഫിലിമിലൊരു രംഗമുണ്ട്. ഈശോ വഴിയിൽ കുരിശുമായി മുന്നോട്ട് പോകുന്ന ആ പീഡാസഹനത്തിന്റെ യാത്രയിൽ ഈശോ വീഴുമ്പോൾ, ആ കുരിശ് തൻ്റെ ശരീരത്തിൽ നിന്ന് അടർന്നു മാറിപ്പോകുമ്പോൾ ആ കുരിശിനെ വിറയാർന്ന കരങ്ങളോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന തമ്പുരാന്റെ ഒരു രംഗമുണ്ട്. നമ്മുടെ ഹൃദയത്തെ അത് എത്രമാത്രം സ്പർശിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. തന്നിൽ നിന്ന് മാറിപ്പോകുന്ന കുരിശ്, ആ കുരിശ് രക്ഷയുടെ അടയാളമായി മാറുമെന്ന് നമ്മുടെ പൊന്നു തമ്പുരാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ആ കുരിശിനെ അവിടുന്ന് മാറ്റിക്കളഞ്ഞില്ല, അല്ലെങ്കിൽ കൈവിട്ട് കളഞ്ഞില്ല. ആ കുരിശിനെ ചേർത്ത് പിടിക്കുന്ന തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെയൊക്കെ തള്ളിക്കളയാതെ അതിനെയൊക്കെ സ്നേഹപൂർവം ഹൃദയത്തോട് ചേർത്ത് വെച്ച്, നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഒരുക്കട്ടെ. കാരണം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് നമ്മൾ കരുതണം. റോമ 8:18 തിരുവചനം ഹൃദയത്തോട് ചേർക്കണം. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: സഹനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതാണ്, വിശുദ്ധീകരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നത് പോലെ, മറ്റുള്ളവർക്ക് ചവിട്ടി അരയ്ക്കാനായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. അങ്ങനെയുള്ളവർക്കാണ് വിശുദ്ധരാകാൻ കഴിയുക. താഴ്ന്നു കൊടുക്കുക, എളിമപ്പെടുക. ഈശോ അതാണ് ആഗ്രഹിക്കുന്നത്. സഹനത്തിന്റെ തീച്ചൂളയിലൂടെ ഉരുക്കി സ്വർണം അഗ്നിയിൽ എന്നതുപോലെ സഹനത്തിന്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ നമുക്കും അങ്ങനെയാകാം, ശുദ്ധി ചെയ്യപ്പെടാം, വിശുദ്ധരാകാം. ഈ നോമ്പുകാലം അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതം അങ്ങനെ വിശുദ്ധിയിൽ വളരുന്ന നാളുകളാകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.